ഞാൻ പറഞ്ഞിട്ടാ ആദർശൻ അതിന് സമ്മതിച്ചത്. അത് വലിയ മണ്ടത്തരമായി പോയി മീര. ആദർശ് പറഞ്ഞതായിരുന്നു ശരി. അതൊരിക്കലും സമ്മതിക്കരുതായിരുന്നു. ഞാനപ്പോ എതിർത്തിരുന്നെങ്കിൽ പാർട്ടീഷൻ നടക്കില്ല. അത് മാത്രമല്ല, അഭിയോ ഞാനോ വഴക്കിട്ട് മാറി താമസിക്കേണ്ട അവസ്ഥ വന്നാ അത് മീരയ്ക്ക് ദോഷമായിട്ട് വരും. എന്റെ വിവാഹശേഷം കുടുംബം പിരിച്ചു എന്നൊക്കെ നാട്ടുകാരും ബന്ധുക്കളും പറയും. അതുകൊണ്ടാ ഞങ്ങൾ ആ തീരുമാനം മാറ്റിയത്. അത് നന്നായി. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നാട്ടുകാർക്ക് എന്ത് വേണമെങ്കിലും പറയാൻ ഹരിയേട്ടാ. അവരല്ലല്ലോ ഇതിന്റെയൊക്കെ ഫലം അനുഭവിക്കുന്നത്. ഒരു മനുഷ്യന് സുഖമായിട്ട് ജീവിക്കാൻ വളരെ കുറച്ച് കാലേ കിട്ടുള്ളൂ. ആ സമയത്ത് ഇങ്ങനെ മറ്റുള്ളവരെ എന്തു പറയുമെന്ന് ചിന്തിച്ചും നമ്മളെ ദ്രോഹിച്ച് കെട്ടിയിടുന്ന ബന്ധങ്ങൾക്ക് വേണ്ടിയും വിട്ടുവീഴ്ചകൾ ചെയ്താലേ നഷ്ടം നമുക്ക് മാത്രമാ. അത് മനസ്സിലാക്കണം. ബീനാമ്മ പറയുന്ന രീതി ചിന്തിച്ചാൽ അത് ശരിയാണെന്ന് തോന്നും. പക്ഷേ നമ്മുടെ ബന്ധങ്ങൾ ഉപേക്ഷിക്കാതെ എല്ലാവരും ഒന്നിച്ച് സ്നേഹമായി ജീവിക്കുന്നതിന്റെ സുഖവും സന്തോഷവും ഒരിക്കലും ഒറ്റയ്ക്ക് പോയി ജീവിച്ച കിട്ടില്ല. ഇപ്പൊ എല്ലാവരുടെയും കൂടെ അവിടെ ജീവിച്ചിട്ട് സ്വൈര്യമില്ല എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയല്ലേ? അവരിപ്പോ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അഭി വെറുതെ ഓരോന്ന് പറയുകയാണെന്നല്ലേ പറഞ്ഞത്. അത് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് ഹരിയേട്ടന് മനസ്സിലായില്ലേ? ആ, സൂരജ് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വെറുതെ മൊബൈലിൽ പാട്ട് കേട്ട് കിടക്കായിരുന്നു. ഹെഡ്സെറ്റ് വെച്ചിരുന്നുകൊണ്ട് ശബ്ദമൊന്നും കേൾക്കാൻ പറ്റിയില്ല. അതാ വന്നത് അറിയാതിരുന്ന്. ഇപ്പോൾ ഇടയ്ക്ക് അമ്മ സംസാരിക്കുന്നത് കേട്ടപ്പോ നിങ്ങളായിരിക്കും തോന്നി. ഞങ്ങള് മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് വരുന്ന വഴിയാ. പുതിയ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ സൂരജ് അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അറിഞ്ഞു ആദർശേട്ടാ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കമ്പനി വളർത്തിയെടുക്കണം. അതൊക്കെ ഉറപ്പായിട്ട് സാധിക്കും. മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങാൻ ചെന്നപ്പോ ധന്യയില്ലായിരുന്നോ അവിടെ? ആ, ഉണ്ടായിരുന്നു. കമ്പനിയുടെ പേരിനെ പറ്റി ധന്യ എന്തെങ്കിലും പറഞ്ഞോ? അത് ഇല്ല, നല്ലതാന്നാ പറഞ്ഞത്. ഓഫീസിൽ നിന്നാണല്ലോ. സൈറ്റിൽ ഞാൻ നിന്ന സമയത്തെ കണക്കുകൾ ചോദിച്ചു വിളിക്കുന്ന. എത്ര പറഞ്ഞിട്ടും അവർക്ക് സംശയങ്ങൾ തീരുന്നില്ല. ആ പ്രോജക്റ്റ് അഭിരാമിക്കല്ലേ കൊടുത്തത്? അതിന്റെയാ. നീ അവിടുന്ന് എന്തെങ്കിലും എടുത്തുന്ന് വരുത്തി തീർക്കാനാവും. ഏയ്, അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ ഞാൻ ഓരോ ചെറിയ കണക്കുകൾ പോലും കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ടല്ലോ. ഗുഡ്. അപ്പൊ പിന്നെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. ഞാനെന്നാ ഈ കോൾ നറ്റത്തിയട്ടെ. കണ്ണിലെന്തോ ഇറിറ്റേഷൻ പോലെ. ഞാനൊന്ന് മോൻ കഴിയട്ടെ. മോളെ, ആദർശിന് ടവൽ എടുത്തു കൊടുക്ക്. ഞാൻ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുടിക്കാൻ ജ്യൂസ് എടുത്തിട്ട് വരാം. ശരി, നിങ്ങൾ ഫോൺ കൊടുക്കുക, ഞാൻ പറയാം. ആ, ഹലോ. ഞാൻ ആ ബുക്കിൽ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ആ, നിങ്ങളത് ചെക്ക് ചെയ്യൂ. ബുക്ക് കാണാതെ പോയോ? അതെങ്ങനെ? നിങ്ങൾ എല്ലായിടത്തും നോക്കിയോ? എന്റെ കണക്ക് മാത്രമേ കിട്ടാനുള്ളൂന്നോ? ഓ, ഞാൻ നിന്ന ദിവസത്തെ കണക്കുകളല്ലേ? അതെല്ലാം ഞാൻ മെയിൽ ചെയ്ത് തരാം. ബുക്കിൽ എഴുതിയെല്ലാം ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓക്കെ. എന്തെങ്കിലും സംശയം ഇനി ബാക്കിയുണ്ടെങ്കിലേ വിളിച്ചാൽ മതി, ഞാൻ തീർത്തു തരാം. പക്ഷേ വെറുതെ കളിയാക്കാനാണ് ഈ പരിപാടിയെങ്കിൽ എന്റെ സ്വഭാവം താൻ അറിയും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ സൂരജ് പ്രശ്നം? സൈറ്റിലെ അക്കൗണ്ട്സ് ബുക്ക് കണ്ടില്ല എന്ന് പറയുന്നു. കണക്കെല്ലാം ഓഫീസിൽ സിസ്റ്റം ചെക്ക് ചെയ്താൽ കിട്ടുമല്ലോ. കിട്ടും, പക്ഷേ ബുക്കിൽ എഴുതിയത് വേണോന്ന് അതിപ്പോ കാണുന്നില്ലെന്ന്. ഇത് മനഃപൂർവ്വം എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വിളിക്കുന്നതാ. ആ അഭിരാമി പറഞ്ഞിട്ട് ചെയ്യുന്നതാവും. എന്നിട്ട് സൂരജ് എന്ത് പറഞ്ഞു? എന്റെ കയ്യിൽ ഡേ ബുക്കിന്റെ ഫോട്ടോസ് ഉണ്ട്. എന്തോ ഭാഗ്യത്തിന് ഞാനത് എടുത്തു വെച്ചു. അത് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ 2 ദിവസമായി ഓരോന്നിന് വിളികൾ തുടങ്ങിയിട്ട്. ഞാൻ കമ്പനിയിൽ എന്തൊക്കെ ചെയ്തു എന്ന് അവർക്കിപ്പോൾ അറിയണം. അതിനു വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആദർശനോട് ഞാൻ പറയാം. ഏയ് വേണ്ട മീര, ആദർശേട്ടൻ 100 ടെൻഷനിലായിരിക്കും. അതിൻ്റെ ഇടയിൽ ഇതൊന്നും പറയണ്ട. ഇതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ശരി, ഈ ആഴ്ച തന്നെ പുതിയ ഓഫീസിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാവും. സൂരജിന്റെ പോസ്റ്റിങ്ങിന്റെ കാര്യം ആദർശേട്ടൻ പറയും. അതിനൊന്നും ധൃതിയില്ല മീര, പതുക്കെ മതി.
ആദ്യം കമ്പനിയുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആവട്ടെ. ആ, പിന്നെ വിശാലേണ്ണും വിദ്യയൊക്കെ വിളിക്കാറുണ്ടോ? ഇല്ല, വിശാൽ വിളിക്കാറില്ല. ഗ്രൂപ്പിൽ മെസ്സേജ് വരാറുണ്ട്, അത്രേ ഉള്ളൂ. വിദ്യയോ? ഇല്ല. അങ്ങോട്ടും വിളിയില്ല? എനിക്ക് എവിടെയാ സമയം? മോളെ മീര, ആ ദേ വരുന്നു ബീനാമേ. ജ്യൂസ് എടുത്തു കാണും ബീനാമ്മ. ഹലോ. നേരത്തെ വിളിച്ചപ്പോ എല്ലാം എനിക്ക് ചുറ്റും ആളായിരുന്നു. അതാ ഞാൻ എടുക്കാതിരുന്നേ. അങ്ങനെയുള്ളപ്പോ കോളൊന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി. താൻ പെട്ടെന്ന് സൈലന്റ് ആക്കി കാണുമല്ലേ? അതെ. കണ്ടോ, അതല്ലേ ഞാൻ പിന്നെയും വിളിച്ചത്. താൻ കോൾ എടുത്ത് നോട്ട്സ് അയക്കി അല്ലെങ്കിൽ ടെക്സ്റ്റ് വേണോന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. എടോ, ഇനി ഇത്ര സിറ്റുവേഷൻ വന്നാലേ കോൾ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കണം. അത് മീരയും ആദർശേട്ടനും വന്നതുകൊണ്ട് എല്ലാവരും അടുത്തുണ്ടായിരുന്നു. മീരയാണെങ്കിൽ ലാസ്റ്റ് കോളില് പേര് കണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് യൂണിവേഴ്സിറ്റിയിലെ ഫ്രണ്ട് വിളിച്ചതാന്ന് പറഞ്ഞു. ഓ, അപ്പോൾ അതാണ് ഞാൻ വിശാലിനെയും വിദ്യയൊക്കെ വിളിക്കാറുണ്ടോന്ന് മീര ചോദിച്ചത്. മീര അങ്ങനെ ചോദിച്ചോ? ആ, ചോദിച്ചു. എന്ത് മറുപടി പറഞ്ഞു? ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഓക്കെ. മീരയും ആദർശേട്ടനും അവിടെ നിന്ന് പോയി കഴിഞ്ഞ് മീര കോൾ കണ്ട കാര്യം തനിക്കൊന്ന് വിളിച്ചു പറയായിരുന്നു. മീര കണ്ടോന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. പിന്നെ ഞാൻ ആ സമയത്ത് അത് മാനേജ് ചെയ്തല്ലോ. പിന്നെ അമ്മ ഓരോ ജോലികൾ പറഞ്ഞ് പിന്നാലെ നടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാതിരുന്നേ. ഓ, അങ്ങനെയായിരുന്നോ? മീരയും ആദർശേട്ടനും അവിടെ വന്നില്ലേ? അങ്ങോട്ടൊന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയേ. ഇവിടെ വന്നിട്ട് അവരിപ്പോൾ ഇറങ്ങിയുള്ളൂ. അതല്ലേ ഞാൻ കോൾ ചെയ്യാറുണ്ടോന്ന് മീര ചോദിച്ചു എന്ന് പറഞ്ഞത്. ഓ, അത് ശരിയാണല്ലോ. ഞാനത് പെട്ടെന്ന് ഓർത്തില്ല. എന്റെ ദൈവമേ, എന്താ പറയുന്നെന്ന് ഒരു ബോധവും ഇല്ലേ? ഇടോ, പ്രണയം തലയ്ക്ക് പിടിച്ചേ കിളി പോയി നടക്കരുത്. തന്റെ റിസർച്ചിന്റെ അവസാന ഘട്ടമാണ്. വൈകിട്ട് വരെ വെള്ളം കോരിയിട്ടെ കാലം ഉടച്ചതുപോലെ ആവരുത്. ഏയ്, അങ്ങനൊന്നും സംഭവിക്കില്ല. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. ആ, നമ്മുടെ ഈ അവസ്ഥയില് നമ്മൾ വിചാരിക്കും ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്ന്. പക്ഷെ നമ്മുടെ ഓരോ ചലനത്തിലും നമ്മൾ എന്താന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും. ആ, മീരയ്ക്ക് ഡൗട്ടായിട്ടുണ്ടോന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. മീര അറിഞ്ഞാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനാ സാധ്യത. എന്നാലും അതിപ്പോ റിസ്ക് ആണ്. മീര അറിഞ്ഞാലേ അവൾ ടെൻഷനാവും. ഹരിയച്ചൻ എങ്ങാനും ചോദിച്ചാ മീര എല്ലാം പറയുകയും ചെയ്യും. അതോടെ അമ്മ അറിയും, പിന്നെ എല്ലാം തീർന്നു. ഓ, അങ്ങനെ ആലോചിച്ച ശരിയാ. അപ്പൊ മീര അറിയാതിരിക്കുന്നതാ നല്ലത്. അതെ. അല്ല, നേരത്തെ എന്തായിരുന്നു ഫോൺ വിളിച്ചേ? എന്തെങ്കിലും അത്യാവശ്യം പറയാൻ വിളിച്ചതായിരുന്നോ? അത് ഞാൻ 1-2 മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ ഇല്ല, അതുകൊണ്ട് വിളിച്ചു നോക്കിയതാ. അത് ശരി. എന്നെ ഓരോന്ന് പറഞ്ഞ് ഉപദേശിക്കുകയും ചെയ്യും. കുറച്ചു നേരം മെസ്സേജിന് റിപ്ലൈ കിട്ടാതിരുന്നാ ടെൻഷനായി വിളിക്കുകയും ചെയ്യും. അപ്പൊ പ്രണയം തലയ്ക്ക് പിടിച്ച് കിളി പോയി ശരിക്കും നടക്കുന്നത് ആരാ? ഹലോ, എന്താ മറുപടി ഇല്ലേ? അത് പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ, അതുകൊണ്ട് കുറച്ചൊക്കെ കൈവിട്ടു പോകുന്നത് സ്വാഭാവികമാണ്. എനിക്കും അങ്ങനെ തന്നെയാ. അല്ലാതെ ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും എനിക്കും ഇല്ല. മൂന്തേട്ടാ, മൂന്തേട്ടൻ പറഞ്ഞ 100% ശരിയായിരുന്നു. കമ്പനിയുടെ പേര് എന്റെ പേരാ, മീര ബിൽഡേഴ്സ് എന്ന പേരിട്ടിരിക്കുന്നേ. അതെങ്ങനെയാ മുകുന്ദേട്ടൻ അങ്ങനെ തോന്നിയത്? ചില കാര്യങ്ങൾ എന്റെ മനസ്സിൽ തോന്നും,
ചിലപ്പോൾ അത് സത്യമായിട്ട് വരികയും ചെയ്യും. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ആദർശേട്ടൻ ചോദിച്ചു, മൂതേട്ടൻ കമ്പനിയുടെ കൺസൾട്ടൻസിയിലാണോ വർക്ക് ചെയ്യുന്നതെന്ന്. എടോ, ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ജയിലിൽ നിന്ന് തനിക്ക് പുനർജന്മം നേടിത്തന്ന, തകർന്നു പോയേക്കാവുന്ന കമ്പനിയെ രക്ഷിച്ച തന്റെ ഭാര്യയുടെ പേരല്ലാതെ വേറെ എന്ത് പേരാവും പുതിയൊരു കമ്പനി തുടങ്ങേണ്ട സിറ്റുവേഷൻ വന്നാൽ ഇടുക? അത് മനസ്സിലാക്കാൻ കമ്പനി കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചുമ്മാ കാര്യകാരണങ്ങളെ ഊഹിക്കാനുള്ള സാമാന്യ ബുദ്ധി മതി. മുകുന്ദേട്ടൻ എന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ മനസ്സിൽ എന്ത് സംശയം ഉണ്ടായാലും ഞാൻ ഇങ്ങോട്ട് ഓടി വന്ന് മുകുന്ദേട്ടനെ തേടുന്നത്. വിശ്വസിച്ചാശ്രയിക്കാൻ മുകുന്ദേട്ടനേ ഉള്ളൂ. ഓ, അപ്പോ എന്തോ കാര്യമായ കോളും കൊണ്ടാണ് വന്നിരിക്കുന്നതല്ലേ? അതിപ്പോ എന്റെ മനസ്സിലൊരു സംശയം ഉണ്ടായി. പക്ഷേ വെറും സംശയം മാത്രം, എനിക്കതിൽ ഉറപ്പൊന്നുമില്ല. എങ്കിലും മുകുന്ദേട്ടൻ എന്റെ മനസ്സിന് വേണ്ട ഉത്തരം നൽകാനായിട്ട് പറ്റുമെന്ന് എന്റെ വിശ്വാസം. ശരി, താൻ കാര്യം പറയും. വിദ്യയെ മുകുന്ദേട്ടൻ അറിയാലോ. സൂരജ് എന്റെ സഹോദരനാ. അവര് തമ്മില് എന്തോ ഒരു അടുപ്പം ഞാൻ അറിയാത്തതായിട്ടുണ്ടോന്നാ എന്റെ ഒരു സംശയം. സൂരജിനെയും വിദ്യയെയും എനിക്കറിയാം. സൂരജിനറിയോ? ആ, അറിയാം. പക്ഷേ സൂരജൻ എന്നെ അറിയില്ല. ഞാനേ എവിടേക്കോ വെച്ച് സൂരജനെ കണ്ടിട്ടുണ്ട്. ആ, തന്റെ വിവാഹത്തിന് വന്നപ്പോഴാണ് തന്റെ സഹോദരനാണെന്ന് അറിയുന്നത്. അപ്പൊ വിവാഹത്തിന് വന്നു എന്ന് പറഞ്ഞ സത്യാണല്ലേ? അത് ശരി, താൻ അതൊന്നും ഇതുവരെ വിശ്വസിച്ചിട്ടേ ഇല്ലേ? ഇല്ല. താൻ ആള് കൊള്ളാലോ. ആ, അതെന്തെങ്കിലും ആവട്ടെ. തന്റെ സഹോദരനായ സൂരജും അമ്മാവന്റെ മകളായ വിദ്യയും തമ്മിൽ അടുപ്പമാണോ എന്നൊരു സംശയം. എന്നുവെച്ചാൽ പ്രണയമാണോ എന്നല്ലേ? ആ, അതെ. അതിനെന്താ, അതൊരു നല്ല കാര്യമല്ലേ? പക്ഷേ അത് സത്യാണെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ബീനാമയും ധന്യമ്മയും തമ്മില് വലിയ ശത്രുതയില്ല. ഇവര് തമ്മിൽ അടുപ്പാണെന്നെങ്ങാനും ബീനാമയും ധന്യമ്മയും അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീർന്നു. ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. എടോ, ഞാൻ യഥാർത്ഥ പ്രണയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അങ്ങനെ പ്രണയിക്കുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരുടെ കൂടെ നിൽക്കും. അപ്പോ ബീനാമയും അമ്മായിയോ? അവരുടെ ഇഷ്ടങ്ങൾ നോക്കാതെ എന്തെങ്കിലും ചെയ്താ സൂരജിനെ വിദ്യ വച്ചേക്കില്ല. പഠിച്ച് സ്വന്തമായ ഒരു ജോലിയൊക്കെ ആയ മക്കളെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുന്നതല്ലേ നല്ലത്? സ്വന്തമായി ജീവിക്കാൻ പ്രാപ്തിയില്ലാത്ത മക്കളാണെങ്കിൽ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയ ശേഷം മാത്രമേ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാവൂ എന്ന് പറയാം. പക്ഷേ സൂരജിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. വിദ്യയുടെ പഠിത്തവും കഴിയാറായിട്ടുണ്ടാവുമല്ലോ. പിന്നെ വിദ്യ ഒരു കലാകാരി ആയതുകൊണ്ട് ജീവിക്കാനുള്ള വഴിയും ഉണ്ടാവും. അവർ പ്രണയിച്ചാൽ അത് തടയാൻ ആർക്കും സാധിക്കില്ല. താനിങ്ങനെ ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഇതൊക്കെ സംഭവിക്കേണ്ട കാര്യമാണ്. സൂരജിന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട്. ഇപ്പോ സൂരജ് നല്ല ആളാ, വിദ്യ അതെ. അവരൊന്നിച്ചാലും എനിക്കതിൽ എതിർപ്പൊന്നുമില്ല. പക്ഷേ ബീനാമ്മയുടെ അമ്മായിയുടെയും കാര്യം ഓർക്കുമ്പോ എനിക്ക് നല്ല പേടിയുണ്ട്. താൻ പേടിക്കണ്ട. അവരുടെ ബന്ധത്തിന്റെ പേരിൽ ശത്രുത അവസാനിക്കാനാണ് വിധിയെങ്കിലോ? അങ്ങനെ ആ ശത്രുത ബന്ധുത്വമായി മാറിയാൽ നല്ലതല്ലേ? അങ്ങനെ സംഭവിച്ചാൽ നല്ലതാ. പക്ഷേ എനിക്കങ്ങനെ സംഭവിക്കുമെന്ന് ഒരു വിശ്വാസമില്ല. എടോ, പ്രണയത്തിന് അങ്ങനൊരു ശക്തിയുണ്ട്. ആദ്യം അവരുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് കിട്ടട്ടെ. അതുവരെ നമ്മളിതൊക്കെ സംസാരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതും ശരിയാ. കുഴപ്പമില്ല, പറഞ്ഞു. ആ, വരൂ മാഡം, ഞാനങ്ങോട്ട് വിളിക്കാം. മാഡം ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടേനെ. ഇവിടെ വരെ വന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് സാരമില്ല. കമ്പനിയിലെ വിശേഷങ്ങളെല്ലാം ദിവാകരൻ അറിഞ്ഞാണെന്ന് കരുതുന്നു. അറിഞ്ഞു. ദേവ ബിൽഡേഴ്സ് 2 മീര ബിൽഡേഴ്സ് എന്നൊരു പുതിയ കമ്പനി കൂടി വന്നു അല്ലേ? അതെ, ഇനി മുതൽ ദേവ ബിൽഡേഴ്സ് എന്റെ കമ്പനിയാണ്. അവിടുത്തെ എല്ലാ പ്രോജക്റ്റുകളും നോക്കുന്നത് ഞാൻ നേരിട്ടായിരിക്കും. നമ്മുടെ എല്ലാ സൈറ്റുകളിലേക്കും ദിവാകരന്റെ യൂണിയനിലെ വർക്കേഴ്സ് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, ദിവാകരന്റെ എല്ലാ സഹായ സഹകരണങ്ങളും തുടർന്നും കമ്പനിക്ക് ഉണ്ടാവണമെന്ന് നേരിട്ട് കണ്ട് പറയാനാ ഞാൻ വന്നത്. ഇതൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മാഡം? ദേവൻ സാറിന്റെ കാലം തൊട്ട് എനിക്ക് ഈ കമ്പനിയുമായി ബന്ധമുള്ളതല്ലേ.
ഞാനും ഇവിടുത്തെ ഒരു ജോലിക്കാരനായി തന്നെയല്ലേ തുടങ്ങിയത്. ഇപ്പോ യൂണിയൻ ലീഡർ ആയതുകൊണ്ട് ജോലി ചെയ്യുന്നില്ലെന്ന് മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ ഞാൻ മറ്റൊരു ഓഫറിന്റെ കാര്യം ദിവാകരനോട് നേരിട്ട് പറയാൻ കൂടിയാ വന്നത്. എന്താ മാഡം? ആദർശിന്റെ കമ്പനി ഇപ്പൊ കേരളത്തിന് വെളിയിലുള്ള പ്രോജക്റ്റുകൾ മാത്രമാണ് ചെയ്യുന്നത്. ഉം. പക്ഷേ അവർ ഓഫീസ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ പ്രോജക്റ്റുകൾ ആരംഭിക്കും. ദിവാകരന്റെ യൂണിയനിലുള്ളവരെ അവിടേക്ക് ജോലിക്ക് അയക്കരുത്. അവർക്കെല്ലാം ആവശ്യമുള്ള ജോലികൾ നമ്മുടെ കമ്പനിയിൽ ഉണ്ടാവും. മാഡത്തിന് യൂണിയനെ കുറിച്ചും അതിന്റെ രീതികളെ കുറിച്ചും കാര്യമായ അറിവില്ലാത്തതുകൊണ്ടാ ഇപ്പൊ എന്നോട് ഇങ്ങനെ സംസാരിച്ചത്. ഞാൻ ലേബർ സപ്ലയർ അല്ല, യൂണിയൻ ലീഡറാ. നമ്മുടെ നാട്ടിൽ ബിൽഡിംഗ് ജോലികൾ ചെയ്യാൻ ആവശ്യത്തിന് മലയാളി ജോലിക്കാർ ഒന്നുമില്ല. ജോലിക്കാരെ എല്ലാം ലേബർ സപ്ലൈ ചെയ്യുന്നവർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവരുടെ കാര്യത്തിൽ യൂണിയൻ ഇടപെടുന്നത് ഒരു പരസ്പര ധാരണയോടെയാ. അതൊക്കെ മാഡത്തിന് പതിയെ പതിയെ മനസ്സിലാവും. പിന്നെ മാഡം എന്നോട് ഇത്തരത്തിൽ സംസാരിച്ചത് ആദർശ് സാറിനോട് മത്സരിക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ആദർശ് സാറിന് വളരെ നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് സാറിനറിയാം. അതുപോലെ മീര മാഡത്തിന് സ്റ്റാഫുകൾക്കിടയിൽ നല്ല പേരും മതിപ്പും ഉണ്ട്. അതുകൊണ്ട് അഭിരാമി മാഡം എന്ത് ഫൗൾ പ്ലേ നടത്തിയാലും ആദർശ് സാറും മീര മാഡവും അതറിയും. അത് പിന്നെ നാണക്കേടാവും. എന്നോടിപ്പോൾ പറഞ്ഞത് ഞാൻ ആരോടും പറയില്ല. നമുക്കിത് ഇവിടെ വച്ചങ്ങ് മറക്കാം. ദിവാകരൻ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി. താനും ആദർശം തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. മുമ്പ് എന്റെ അങ്കിളിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി വിഘ്നേശ്വരനെതിരെ ദിവാകരൻ ഒരു കളി കളിച്ചു. അത് ആദർശ് പൊളിച്ചു. അന്ന് തൊട്ടാണ് നിങ്ങൾ തമ്മിൽ ഒരു ധാരണയുണ്ടായത്. ശരിയല്ലേ? അത് ശരിയാണ്. അന്ന് ഞാൻ മാഡത്തിന്റെ അങ്കിളിനോട് ഇതുപോലെ പറഞ്ഞതാണ്, വെറുതെ എങ്ങനെയൊന്നും ചെയ്യണ്ട, അവസാനം പണിയാകുമെന്ന്. പക്ഷേ അന്ന് അയാൾ കേട്ടില്ല. ഒടുവിൽ അയാളുടെ ജീവിതം എവിടെ എത്തി കണ്ടില്ലേ? നിങ്ങൾക്കൊക്കെ നന്നായി ജീവിക്കാനുള്ള സൗകര്യമുണ്ട്, പണമുണ്ട്, ആസ്തിയുണ്ട്. ഇത്രയൊക്കെ ഉള്ളപ്പോ എന്തിനാണ് ഈ മത്സരം? അതും സഹോദരങ്ങൾ തമ്മിൽ. ഓ, താൻ എന്നെ ഉപദേശിക്കുകയാണോ? ഞാൻ എന്തിനാ മാഡം ഉപദേശിക്കുന്നത്? ഞാനൊരു രാഷ്ട്രീയക്കാരനാ. ഞാൻ എൻ്റെ നിലനിൽപ്പും ഭാവിയും നോക്കിയാ ജോലി ചെയ്യുന്നത്. ഇതിപ്പോ മാഡം പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. അത് വിഘ്നേഷ് സാറിനോട് സംസാരിച്ചാൽ മാഡത്തിന് അറിയാൻ കഴിയും. ആ, പിന്നൊരു കാര്യം കൂടി, മാഡം ഇനി ഇത്തരം കാര്യങ്ങൾക്ക് മറ്റാരെയും സമീപിക്കരുത്. ധനനഷ്ടം മാത്രമായിരിക്കും ഫലം. ആദർശിന്റെ പുതിയ കമ്പനിയിലെ വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞെങ്കിലും ദേവ ബിൽഡേഴ്സിന്റെ വർക്ക് നമ്മൾ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ജാടയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും പേരും പ്രശസ്തിയും ദേവ ബിൽഡേഴ്സിന് തന്നെ. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആദർശിന്റെ പുതിയ കമ്പനി ദേവ ബിൽഡേഴ്സിന്റെ മുകളിലെത്തുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കണമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. ആദർശ് നമ്മളോട് ഇവിടെ വന്ന് വളരെ സ്നേഹമായി സംസാരിച്ചിട്ട് പോയ കാര്യമാണ് ആദർശിന്റെ കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്ത് വർക്കുകൾ എടുക്കണമെന്ന്. ചെയ്യേണ്ടത് നമ്മുടെ കടമയുമാണ്. പിന്നെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ആദർശിന് നഷ്ടമൊന്നുമില്ല. ആദർശിന്റെ കമ്പനിയുടെ വർക്കെടുക്കാൻ 100 കോൺട്രാക്ടർമാർ റെഡിയായിട്ട് വരും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതും ശരിയാ. ആരാ? അറിയില്ല, സേവ് ചെയ്യാത്ത നമ്പറാ. ഹലോ, അതെ, എനിക്ക് മനസ്സിലായില്ല. ഓക്കെ മനസ്സിലായി, പറഞ്ഞോളൂ. മോള് സുഖമായിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, റിസർച്ച് നടക്കുന്നു. അതിപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് മതിയെന്നാ മോള് പറയുന്നത്. ശരി, ഞാൻ എന്തായാലും അവളോടൊന്ന് സംസാരിക്കട്ടെ. ഓക്കെ. എന്താ മനോജേട്ടാ, ആരാ വിളിച്ചത്? മഹാബലിപുരത്ത് വെച്ച് മോളുടെ ഡാൻസ് കണ്ട് പരിചയപ്പെട്ട ഒരാളാ. എല്ലാവരും പരിചയപ്പെട്ട കൂട്ടത്തിൽ ഇദ്ദേഹം സംസാരിച്ചു. ഒരു വലിയ ഹോട്ടൽ ഗ്രൂപ്പിൻ്റെ ഓണറാ.
സൗത്ത് ഇന്ത്യയിൽ തന്നെ 10ഓളം 4-സ്റ്റാർ ഹോട്ടൽ അവർക്കുണ്ട്. അയാളുടെ മകന് വേണ്ടി വിദ്യ ആലോചിച്ചാൽ കൊള്ളാമെന്ന് അയാൾ പറയുന്നത്. ആണോ? എന്നാ നമുക്ക് നോക്കിയാലോ മനോജേട്ടാ? എന്താ ഇത്ര ആലോചിക്കാനുള്ളത്? മീരയ്ക്ക് വന്നതുപോലൊരു മഹാഭാഗ്യം തന്നെയല്ലേ വിദ്യയ്ക്കും വന്നിരിക്കുന്നത്. നമുക്കിതുമായിട്ട് മുന്നോട്ട് പോവാന്നേ. ഹോ, എന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടിട്ടാ ഇപ്പൊ ഇങ്ങനൊരു ആലോചന വന്നത്. ആ ബീനയുടെ അഹങ്കാരത്തിലിട്ടൊരു തിരിച്ചടി കൊടുക്കാനേ എനിക്ക് ഭഗവാനായിട്ടൊരു അവസരം തരുന്നതാ. ദേ, തിരിച്ചു വിളിച്ചിട്ട് അവരോട് പെണ്ണ് കാണാൻ വരാൻ പറയുന്നേ. നിങ്ങൾ ധൃതി വെക്കാതെ തന്നെ അന്ന് യാദർശികമായി കണ്ട് പരിചയപ്പെട്ട അല്ലാതെ അവരെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല, പയ്യനെ കുറിച്ചും അറിയില്ല. അതൊക്കെ അന്വേഷിക്കാതെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാന്ന് പറഞ്ഞാല് അവര് വന്ന് പെണ്ണ് കണ്ടാൽ ഉടനെ നമ്മൾ കല്യാണമൊന്നും നടത്താൻ പോകുന്നില്ലല്ലോ. അവര് വരട്ടെ, അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാം. അവരെ എല്ലാവരെയും നേരിട്ട് കാണാം. ഇങ്ങനെയൊക്കെയല്ലേ വിവാഹാലോചനകൾ വരുന്നതും ബന്ധങ്ങൾ ഉണ്ടാവുന്നതും.